Hello everyone, welcome to our YouTube channel. ഇന്ന് നമ്മൾ നോക്കുന്നത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പം നമുക്ക് UPSCക്ക് മെയിനായിട്ട് വേണ്ടത് എക്കണോമിക്സിലെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കാണ്. അപ്പം ഇതിൽ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ, ആ വേർഡിൻ്റെ മീനിങ് എന്താ, മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് അല്ലേ, മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്, വലുത്. വലുതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് എന്ത് എന്ന് പറയുന്നത്, മാക്രോ എന്ന് പറയുന്നത്. അപ്പോൾ ആ വേർഡിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ് കേട്ടോ. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഹൗസ് എടുക്കുക, അവിടെ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെ എക്കണോമീനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റിനെ കുറിച്ചിട്ടായിരിക്കും, അതിൻ്റെ സ്റ്റഡീസ് ആയിരിക്കും. ഓക്കെ. കൂടാതെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാനാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോറസ്റ്റിലെ ഒരു മരത്തിനെ കുറിച്ച് പഠിക്കുകയാണ്, അതെന്താണ്, മാക്രോ എക്കണോമിക്സ് ആണ്. മനസ്സിലായോ? ഇനി നമുക്ക് മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ അല്ലേ, എന്താണ് മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ മൈക്രോ എക്കണോമിക്സ് ഫോക്കസ് ചെയ്യുന്നത് ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള എക്കണോമിക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള എക്കണോമിക് ഗ്രോത്ത്, ആ ഒരു കൺട്രിയുടെ അൺഎംപ്ലോയ്മെൻറ്റ്, അങ്ങനെയുള്ള ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് ഈ മാക്രോ എക്കണോമിക്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു എക്സാമ്പിൾ തന്നെ, മരത്തിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാനാണെങ്കിൽ ഒരു ഫോറസ്റ്റിലെ എല്ലാ മരത്തിനെ കുറിച്ചിട്ടും പഠിക്കുന്നത് നമുക്ക് മാക്രോ എക്കണോമിക്സിൻ്റെ അണ്ടറിൽ വെക്കാം. ഓക്കെ. അപ്പോൾ നമുക്കിനി ഒരു ഡെഫിനേഷനായിട്ട് ഇത് രണ്ടും നോക്കിയാലോ. അപ്പോൾ മാക്രോ എക്കണോമിക്സിന് നമുക്ക് പറയാം, മാക്രോ എക്കണോമിക് ഫോക്കസ് ഓൺ ദ എക്കണോമി ആസ് എ ഹോൾ. ഈ ഒരു ഡെഫിനേഷൻ അവിടെ പഠിച്ചു വെക്കുക. അതായത് നേരത്തെ പറഞ്ഞു ഞാൻ ഓൾറെഡി, ഒരു കൺട്രിയുടെ മൊത്തത്തിലുള്ള എക്കണോമി നോക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും നോക്കുന്നുണ്ടാവുക, നമ്മളൊരു കൺട്രിയുടെ GDP, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ഗ്രോത്ത്, ഇതൊക്കെയാണ് ഈ ഒരു മാക്രോ എക്കണോമിക്സിൻ്റെ അണ്ടറിലും നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ മാക്രോ എക്കണോമിക്സ് പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് എന്താണ് എക്കണോമിക് ഏജൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് യൂണിറ്റ് എന്നത്. ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. എക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്ന ഇൻഡിവിജ്വലിനെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെയോ ആണ് നമ്മൾ എക്കണോമിക് ഏജൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇനി ഈ എക്കണോമിക് ഏജൻസ് മേ ബി കൺസ്യൂമേഴ്സ് ആവാം. എത്രത്തോളം കൺസ്യൂം ചെയ്യണം എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് ഇവരായിരിക്കും. അതേപോലെ എക്കണോമിക് ഏജൻറ്റ്സ് മേ ബി പ്രൊഡ്യൂസേഴ്സ് ആവാം. ഓക്കെ. എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസിഷൻ എടുക്കുന്നത് ഇവരായിരിക്കും. അതേപോലെ തന്നെ എൻറ്റിറ്റീസ് ആയിട്ടുള്ള ഗവൺമെൻറ്, കോർപ്പറേഷൻ, ബാങ്ക് എന്നിവയും ആക്കാം ഈ എക്കണോമിക് ഏജൻറ്റ്സ്. എത്രത്തോളം ടാക്സ് കൊടുക്കണം അല്ലെങ്കിൽ എത്രത്തോളം ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് ഇവരായിരിക്കും. മാക്രോ എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിയാണ് ആഡം സ്മിത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആഡം സ്മിത്തിനെ കുറിച്ച് പഠിക്കാം. ആഡം സ്മിത്ത് ഈസ് നോൺ ആസ് ദി ഫൗണ്ടിങ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. നമ്മുടെ മോഡേൺ എക്കണോമിക്സിൻ്റെ ഫൗണ്ടിങ് ഫാദർ ആയിട്ടാണ് ആഡം സ്മിത്തിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ സമയത്ത് എക്കണോമീനെ വിളിച്ചിരുന്നത് പൊളിറ്റിക്കൽ എക്കണോമി എന്നായിരുന്നു. ഓക്കെ, അതൊന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കാം. ഇനി വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് അതെന്തായാലും പഠിച്ചിരിക്കണം. ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് ദ വെൽത്ത് ഓഫ് ദ നേഷൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര്. ഈ ബുക്ക് ഇദ്ദേഹം എഴുതുന്നത് 1776 ഈ ഡേറ്റും ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കാം. ഇനി പറയാനുള്ളത്, ഈ ആഡം സ്മിത്തിൻ്റെ അഭിപ്രായപ്രകാരം ഒരു മാർക്കറ്റിൽ ബയേഴ്സും സെല്ലേഴ്സൊക്കെ അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ്,
അത് നോക്കിയിട്ടായിരിക്കണം ഡിസിഷൻസ് മേക്ക് ചെയ്യേണ്ടതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. ആ സമയത്ത് ഇവർ കൺട്രിയുടെ പിന്നെ വെൽത്തോ അതേപോലെ തന്നെ വെൽഫെയറോ ഒന്നും കൂടുതലായിട്ട് ചിന്തിക്കേണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ്, ബയേഴ്സും സെല്ലേഴ്സും അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോർ ദാൻ കൺട്രിയുടെ വെൽത്ത് ആൻഡ് വെൽഫെയർ. ഓക്കെ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം. പക്ഷേ പിന്നീട് എക്കണോമിസ്റ്റിനൊക്കെ മനസ്സിലായി അങ്ങനെ നമ്മൾ സെൽഫ് ഇൻട്രസ്റ്റ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും എന്താണ്, കൺട്രിയുടെ വെൽത്തും വെൽഫെയറൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിന് ആ ഒരു സെപ്പറേറ്റ് എക്കണോമിക്സിന് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് എങ്ങനെയാണ് ഉണ്ടായത്, അതിന് പിന്നെ കാരണമായത് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്കണോമിക്സിന് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന സെപ്പറേറ്റ് ഒരു ബ്രാഞ്ച് എമേർജ് ചെയ്യുന്നത് ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ജോൺ മെയ്നാർഡ് കെനിസ്, JM കെനിസ് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936 പബ്ലിഷ് ചെയ്യുന്നതോടുകൂടിയാണ്. JM കെനിസിന് മുമ്പ് ഒരു സ്കൂൾ ഓഫ് തോട്ട് ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ ക്ലാസിക്കൽ ട്രഡീഷൻ എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം ആൾക്കാർ വിശ്വസിച്ചിരുന്നത് നമ്മൾ എന്താണ്, ലേബേഴ്സിന് പിന്നെ വർക്ക് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ലേബേഴ്സിന് ജോബ് അവർ തന്നെ കണ്ടെത്തിക്കോളും, അതായത് അവർക്ക് ജോബ് കിട്ടിക്കോളും. അതേപോലെ തന്നെ ഫാക്ടറീസൊക്കെ ഫുൾ കപ്പാസിറ്റിയിൽ പ്രവർത്തിച്ചോളും എന്നുള്ള തോട്ട്സ് ആയിരുന്നു ഈ ഒരു ക്ലാസിക്കൽ ട്രഡീഷൻ ഉണ്ടായിരുന്നത്. 1929 ദ ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നത്, ലോക സാമ്പത്തിക മാന്ദ്യം വരുന്നത്. ഓക്കെ, ഈ ഒരു ടൈമിൽ ഈ ലോക സാമ്പത്തിക മാന്ദ്യം വന്നപ്പം യൂറോപ്പ് അതേപോലെ തന്നെ നോർത്ത് അമേരിക്കയൊക്കെ പോലെയുള്ള കൺട്രികളിൽ അവരുടെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് കുറഞ്ഞു, അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ലെവലൊക്കെ കുറഞ്ഞു. ഇത് ഈ ഒരു നോർത്ത് അമേരിക്കയിലും പിന്നെ അതേപോലെ തന്നെ യൂറോപ്പിലൊക്കെ ഇങ്ങനെ സംഭവിച്ചപ്പം ഇത് ബാക്കിയുള്ള കൺട്രികളെയൊക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. ലോകത്തുള്ള ബാക്കിയുള്ള കൺട്രികളൊക്കെ ഇത് സാരമായി തന്നെ ബാധിച്ചു. എന്തൊക്കെയാണ് അന്നേരം ഉണ്ടായ ബാക്കി കാര്യങ്ങൾ? ഗുഡ്സിൻ്റെ ഡിമാൻഡ് മാർക്കറ്റിൽ കുറഞ്ഞു, അതേപോലെ തന്നെ പല ഫാക്ടറികളും വെറുതെ ഇടേണ്ടി വന്നു, പല ആൾക്കാർക്കും ജോബ് നഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ USA 1929 മുതൽ 1933 വരെ നോക്കുകയാണെങ്കിൽ അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 3% നിന്നും 25% ഉയരുകയാണ് ചെയ്തത്. കൂടാതെ ഈ USA അവരുടെ മൊത്തത്തിലുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 33% കുറഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ലോകത്ത് സംഭവിച്ചപ്പം എക്കണോമിസ്റ്റിന് പുതിയൊരു രീതിയിൽ നമ്മുടെ എക്കണോമി ഫങ്ഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ ഈ ഒരു പിന്നെ എന്താണ് കോൺസിക്വൻസസ് ഒക്കെ മാറുള്ളൂ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് മാറുള്ളൂ, മാർക്കറ്റിലുള്ള ഈ ഒരു ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറഞ്ഞതൊക്കെ മാറുള്ളൂ എന്നുള്ള ഒരു തോട്ട് അവർക്ക് വന്നു. അപ്പം ഈ ഒരു ചിന്തയ്ക്ക് വഴിത്തിരിവായത് നമ്മുടെ JM കെനിസിൻ്റെ ബുക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബുക്കിൽ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സബ്ജക്റ്റ് അവിടെ ജനിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാപിറ്റലിസ്റ്റ് കൺട്രിയുടെ പ്രൊഡക്ഷനെ കുറിച്ചിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ അവിടുത്തെ മെയിനായിട്ടുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസൊക്കെ ക്യാരീഡ് ഔട്ട് ചെയ്യുന്നത് ആരായിരിക്കും? ക്യാപിറ്റലിസ്റ്റ് എൻ്റർപ്രൈസസ് ആയിരിക്കും, അല്ലേ? നമുക്കറിയാം എൻ്റർപ്രൈസസ് എന്താണെന്നുള്ളത്. എൻ്റർപ്രൈസസിൽ ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഉണ്ടാവും. അപ്പം എന്താണ് എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് അവർ? എൻ്റർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും റിസ്ക് എടുക്കാനൊക്കെ തയ്യാറായിട്ടുള്ള ആൾക്കാരായിരിക്കും എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്, ഒരു എൻ്റർപ്രൈസിലുള്ള. ഓക്കെ, എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഫേമിലുള്ള. അപ്പോൾ ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഫേമിൽ പ്രൊഡക്ഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ മൊത്തത്തിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് ക്യാപിറ്റലാണ്, രണ്ടാമത്തത് നാച്ചുറൽ റിസോഴ്സസ് അല്ലെങ്കിൽ ലാൻഡാണ്, മൂന്നാമത്തത് ലേബർ. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പം ഈ ക്യാപിറ്റൽ അല്ലെങ്കിൽ മണി, ഈ മണി തരുന്നത് ആരായിരിക്കും? ഒന്നെങ്കിൽ ഈ എൻ്റർപ്രണേഴ്സ് തന്നെ ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും, കടം വാങ്ങും.
അല്ലേ? അങ്ങനെ അവർ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നു ഈ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. നാച്ചുറൽ റിസോഴ്സസിന് തന്നെ രണ്ട് പാർട്ട് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അത് കൺസ്യൂം ചെയ്യുന്ന പാർട്ടാണ്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഫിക്സഡ് പാർട്ടാണ്. അതായത് ഈ ഒരു പ്ലോട്ട് ഓഫ് ലാൻഡൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ലാൻഡൊക്കെ വേണ്ടേ? അപ്പോൾ ലാൻഡ് എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിൽ പെടുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളായി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ക്യാപിറ്റലുമായി ലാൻഡുമായി. ഇനി നമുക്ക് ഈ വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആര് വേണം? നമുക്ക് ലേബേഴ്സ് വേണം. അപ്പോൾ മൂന്നാമത്തെ ആളുമായി ആരാണ്? ലേബേഴ്സ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രൊഡക്ഷൻ നടത്തി, അല്ലേ? പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ മാർക്കറ്റിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ട് ഓഫ് മണി കിട്ടുമല്ലോ. അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഈ കിട്ടിയ റവന്യൂ ഇനി മെയിനായിട്ട് മൂന്ന് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ലാൻഡ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്ക് ലാൻഡിന് റെൻറ്റ് കൊടുക്കണം. അങ്ങനെ ഒരു പാർട്ട് റെൻ്റായിട്ട് പോകുന്നു. ഇനി നമുക്ക് ലേബേഴ്സ് ഉണ്ടായിരുന്നല്ലോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അപ്പം ഒരു പാർട്ട് അവർക്ക് വേജസ് കൊടുക്കാൻ അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ നമുക്ക് എന്താണ്? ക്യാപിറ്റൽ ഉണ്ടായിരുന്നു അല്ലേ? അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ട് കുറച്ച് പാർട്ട് അങ്ങനെയും പോകുന്നു. ഈ മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മൂന്നെണ്ണത്തിന് നമ്മൾ എക്കണോമിക് വാരിയബിൾസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞ് ബാക്കി നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ ഉദ്ദേശിക്കുന്ന ആ ഒരു എൻ്റർപ്രണറുടെ കയ്യിലുള്ള ആ ഒരു റവന്യൂയുടെ ബാക്കി പാർട്ട്, അതിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. ഈ പ്രോഫിറ്റ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യാം? വേണമെങ്കിൽ പുതിയ മെഷീനറീസ് വാങ്ങാൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ അടുത്ത പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവരത് യൂസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 4 സെക്ടേഴ്സ് ഓഫ് എക്കണോമി ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ആളാണ് ഫേംസ് എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് ഗവൺമെൻറ്, മൂന്നാമത്തേതാണ് ഹൗസ് ഹോൾഡ് സെക്ടർ, ആൻഡ് നാലാമത്തേത് ഫോറിൻ സെക്ടേഴ്സ് ഓർ എക്സ്റ്റേണൽ സെക്ടേഴ്സ്. ആദ്യം നമുക്ക് ഫേംസ് എന്താണെന്ന് നോക്കാം. ഫേംസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രൊഡക്ഷൻ യൂണിറ്റിനെയാണ് നമ്മൾ ഫേംസ് എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ലോസ് ഫ്രെയിം ചെയ്യുക, അതേപോലെ തന്നെ ജസ്റ്റിസ് ഡെലിവർ ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് കോളേജ്, സ്കൂൾസ്, അതേപോലത്തെയുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മണി സ്പെൻഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് പോളിസീസ് പല നമ്മുടെ നാട്ടിലൊക്കെ പല ടൈപ്പ് ആൾക്കാരുള്ളത്. ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് പല ഏണിങ് കപ്പാസിറ്റിയുള്ള ആൾക്കാർ, ദരിദ്രരുണ്ട്, സമ്പന്നരുണ്ട്. അപ്പോൾ പലർക്കും വേണ്ടി പല ടൈപ്പ് ഓഫ് പോളിസീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഗവൺമെൻറ് ആണ്. മൂന്നാമതായിട്ടുള്ള സെക്ടറാണ് ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, അതായത് അവിടെ ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസും ഉണ്ടാവും. അവരായിരിക്കും അവരുടെ കൺസെപ്ഷനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഒരു വേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സസ് ഒക്കെ പേ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവർക്ക് മണി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇവർ ഇതേപോലത്തെ ഫേംസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ടറാണ് എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ ഫോറിൻ സെക്ടർ എന്ന് പറയുന്നത്. ഇവിടുത്തെ ട്രേഡ് രണ്ട് രീതിയിലാണുള്ളത്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. നമുക്ക് അറിയാമല്ലേ എക്സ്പോർട്ട് ഇമ്പോർട്ടും എന്താണെന്നുള്ളത്? എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്നും സെല്ല് ചെയ്യുന്ന ഗുഡ്സ് ഒക്കെ വേൾഡിലുള്ള ബാക്കിയുള്ള കൺട്രീസിലേക്കൊക്കെ സെല്ല് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്പോർട്ട് എന്ന് വിളിക്കുന്നത്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബാക്കിയുള്ള കൺട്രികളിൽ നിന്നൊക്കെ, വേൾഡിലുള്ള റെസ്റ്റ് ഓഫ് ദ കൺട്രീസിൽ നിന്നൊക്കെ ഗുഡ്സ് ഒക്കെ നമ്മൾ നമ്മുടെ കൺട്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനെ നമ്മൾ ഇമ്പോർട്ട് എന്ന് വിളിക്കുന്നു. ഗുഡ്സ് മാത്രമല്ല, ക്യാപിറ്റലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫോറിൻ കൺട്രീസിൽ നിന്നും നമ്മുടെ ഡൊമസ്റ്റിക് കൺട്രിയിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡൊമസ്റ്റിക് കൺട്രിയിൽ നിന്നും ഫോറിൻ കൺട്രീസിലേക്ക് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ. അതിനെ നമ്മൾ എക്സ്പോർട്ടിങ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. ഓക്കെ,
അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ഓഫ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പം നമ്മൾ ഇത്ര നേരം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് നമുക്കൊന്ന് ഹെഡിങ് വൈസ് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്, മാക്രോ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്കണോമിക് ഏജൻസ് എന്നാന്നുള്ളതായിരുന്നു. പിന്നെ ആഡം സ്മിത്തിൻ്റെ റോള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മൾ എമേർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് പറഞ്ഞു, ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929 പറഞ്ഞു. പിന്നെ ക്യാപിറ്റലിസ്റ്റിക് കൺട്രിയുടെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, അതിൽ നമ്മൾ ഒരുപാട് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതൊന്ന് നോക്കി വെക്കുക. പിന്നെ 4 സെക്ടേഴ്സ് ഓഫ് എക്കണോമി. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ഞാൻ ഈ ഒരു NCERT ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ ഈ ഒരു ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.